بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള സംസാരം നമ്മളൊക്കെ ക്ഷമിക്കുവാനും സൂക്ഷ്മത പാലിക്കുവാനും പഠിപ്പിക്കുന്ന ഒരു ആരാധനയാണ് റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാണ്, ഇന്ന് നമ്മുടെ ഉസ്താദ് നൗഷാദ് മൗലവി വരില്ല. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഈർഷ്യതയുണ്ടല്ലോ, ഇതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എന്താണ് നമ്മൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഇന്നും ഇല്ലേ, അതല്ല വന്നത് വെറുതെയായോ എന്നൊക്കെയുള്ള ഒരു ഈർഷ്യത മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ്. എന്താണ് സാഹചര്യം? നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാൾ ഒരല്പം ലേറ്റാകുകയോ ഇന്നത് വരാൻ കഴിയില്ല എന്ന് പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പ്രവണതകൾ, സഹോദരങ്ങളെ, അത് എങ്ങനെയായാലും നല്ലതിനല്ല എന്ന് നാം അറിയണം. എന്താ സംഭവിച്ചത്? നമുക്കറിയാം, നൗഷാദ് കാക്കവന്റെ അമ്മാവൻ ഹോസ്പിറ്റലിലാണ് എന്ന് നമുക്കറിയാം. വളരെ നല്ല ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഒരു ഛർദി വരികയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. പക്ഷേ ഇന്നലെ വരെയുള്ള ദിവസങ്ങൾ, ഏകദേശം ഒരു മാസത്തോളമായി മിംസ് ഹോസ്പിറ്റലിലാണ്. എൻ്റെ സുഹൃത്തു കൂടിയാണ്. ഞങ്ങളൊക്കെ ഒരു ജില്ലയിൽ, തിരുവനന്തപുരത്ത് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. അവനിപ്പോഴും ICUവിൽ തന്നെയാണ്. വേണ്ടപ്പെട്ട ആളുകളൊക്കെയും അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം നിർബന്ധിത പരിപാടികളിലോ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ട ആളുകൾ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ അവിടെ നിർത്തിയിട്ട് അവരവരുടെ കാര്യം പൂർത്തീകരിക്കുന്നു, തിരിച്ചു വരുന്നു, അടുത്ത ആൾ പോകുന്നു. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ആ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൈകാലുകളിൽ നിന്ന് മുറിച്ചു മാറ്റിയത് പോലും അവൻ അറിഞ്ഞിട്ടില്ല. രക്തം ഓടാത്ത സ്ഥലങ്ങൾ, ആ രക്തമോട്ടം നിലച്ചുപോയ സ്ഥലങ്ങളൊക്കെയും ആ സഹോദരൻ്റെതിപ്പോ അവനും അവൻ്റെ ഭാര്യ പോലും അറിയാതെ ഓരോന്നായി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അവർ വിളിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അതിൽ ഒപ്പിട്ട് കൊടുക്കാൻ അവിടെ വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നൗഷാദ് അങ്ങോട്ട് പോയിട്ടുള്ളത്. ഇത് ഏത് സംഗതിയും ഇങ്ങനെ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെ തന്നെയാണ്. നമ്മൾ കേട്ടു, വാടിക്കലടുത്ത് ഒരു ചെറിയ കുട്ടിയാണത്രേ, എല്ലുകൾ പൊട്ടുന്ന രോഗം. ആ എല്ലുകൾ പൊട്ടിയിട്ട് മാംസത്തിലേക്ക് തുളച്ചു കയറുമ്പോ അത് പിടയ്ക്കുന്ന ആ പിടക്കല് ആ പിതാവിന് സഹിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ നമ്മൾ കേൾക്കുകയാണ്, നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പോലും ഓർത്തുപോകുന്ന സമയമാണ്. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് സമാധാനമായിട്ട്
ഇത്തരം ആളുകളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിന് കരുത്തുണ്ടാകും. ഇത്തരം വേദിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ സഹോദരങ്ങളെ, അതും നമുക്ക് കരുത്താണ്. അതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്, എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയിലാണെന്ന് മനുഷ്യരുള്ളത്. ഞാനും നമ്മളും നമ്മുടെ കുടുംബവുമൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്ന് നമുക്കിപ്പം ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിരന്തരമായ പ്രാർത്ഥനയോടുകൂടി മാത്രമേ നമുക്ക് ഓരോ സെക്കൻഡുകളും തള്ളി നീക്കാൻ കഴിയുകയുള്ളൂ. മനസ്സിൽ അള്ളാഹുവോടുള്ള തേട്ടമുണ്ടാകണം. പരിശുദ്ധ റമദാൻ നമ്മോട് പറയുന്നത് അതാണ്. നമുക്ക് വേണ്ടി മലക്കുകൾ ഇസ്തിഗ്ഫാർ രാത്രിയിലും പകലിലും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും അള്ളാഹു കേൾക്കും തന്നെയാണ്. നമ്മൾ ആമീൻ എന്ന് പറയുമ്പോൾ, നമ്മൾ ആ ഒരു സംഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ ആമീൻ പറയും എന്നതാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ഏറ്റവും അടുത്തുള്ള അർശിന്റെ ചുറ്റുമുള്ള മലക്കുകളോട് അള്ളാഹു പറയുകയാണ്. നമ്മളെ കുറിച്ച് അല്ല പറയാ. ഇതേപോലെ സദസ്സുകളിൽ വന്നിരിക്കുന്ന, അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ച് കേൾക്കുന്ന, അത് പഠിക്കുന്ന, പരസ്പരം ചർച്ച ചെയ്യുന്ന ക്ലാസ്സുകളിലെ ആളുകളെ കുറിച്ച് മലക്കുകളോട് അള്ളാഹു അഭിമാനം പറയുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യുവാൻ സഹോദരങ്ങളെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മാരകമായ രോഗം വരുമ്പോഴാണ് നമ്മൾ തകർന്നു പോകുന്നത്. അത് ഏറ്റവും പ്രയാസകരമായ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ വീണ്ടും നമ്മൾ തകരുകയാണ്. പണമില്ല ചികിത്സിക്കാൻ. അങ്ങനെയുള്ള ഓരോ പ്രയാസങ്ങൾ വരുമ്പോ വീണ്ടും മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്. ആ സമയത്ത് ചരിത്രത്തിൽ ആ സഹാബിയുടെ പേര് ഞാൻ മറന്നുപോയി. ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ കാലുകൾ മുറിച്ചു മാറ്റണം എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോ ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ രോഗം മാറണമെങ്കിൽ ഇനി നിങ്ങളുടെ ഈ കാലുകൾ മുറിച്ചു മാറ്റണം. അതുകൊണ്ട് നിങ്ങളെ മഴക്കണം, നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ വെച്ച് മഴക്കണം എന്ന് പറഞ്ഞപ്പോ ആ ആബിദായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞത്, എന്നെ മയക്കണ്ട, നിങ്ങൾ അല്ലാതെ തന്നെ എന്റെ കാലുകൾ മുറിച്ചു മാറ്റിക്കോളൂ. എന്നെ മയക്കുന്ന അത്രയും സമയം എന്റെ റബ്ബുമായിട്ടുള്ള എന്റെ ബന്ധം മുറിഞ്ഞു പോകും. അതുകൊണ്ട് എനിക്ക് ഒരു മരുന്നും തരേണ്ടതില്ല, നിങ്ങൾ കാലുകൾ മുറിച്ചോളൂ എന്ന് പറഞ്ഞ അല്ലാഹുവിനെ കുറിച്ച് ഓർത്തു ആ കാലുകൾ മുറിച്ചു മാറ്റിയ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അത് തന്നെയാണ് നമ്മൾ ഫലസ്തീനിൽ കണ്ടതും. ആ കുഞ്ഞു മക്കളുടെ കാലിന് ഒരു വിധത്തിലും ഓപ്പറേഷൻ ചെയ്യാതെ, അല്ലെങ്കിൽ അത് മാത്രമേ നിവൃത്തിയുള്ളൂ. ആ സമയത്ത് അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളെയും നശിപ്പിച്ച പിശാചുക്കൾ അവിടെയുള്ള എല്ലാ ഉപകരണങ്ങളെയും നശിപ്പിച്ചു. പക്ഷേ ആ കുഞ്ഞുങ്ങൾ അല്ലാഹുവിന്റെ കലാമുകൾ ഉറക്കെ പാരായണം ചെയ്തുകൊണ്ട് ആ സന്ദർഭത്തിൽ അവരുടെ കാലുകളും അവിടെ ഓപ്പറേഷൻ ചെയ്യുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരവസ്ഥയാണ് സഹോദരങ്ങളെ. ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കുവാൻ എന്റെയും നിങ്ങളുടെയും മനസ്സ് എത്രത്തോളം റബ്ബിലേക്ക് അടുത്തിട്ടുണ്ട് എന്നതാണ് നാം പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ജീവിത ശൈലിയാണ് വിശ്വാസികൾ ഈ നോമ്പിലൂടെ ആർജിച്ചെടുക്കേണ്ടത്. ഈ ഒരു പരിശുദ്ധ മാസത്തെ കുറിച്ച് ഞാൻ മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. 12 മാസത്തിൽ 11 മാസക്കാലത്തിന് ലഭിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യകരമായ ഒരു മാസമാണ് ഈ ഷഹ്റു റമദാൻ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കിയ മാസം ഇതാണ്. ഈ മാസത്തിലാണ് ഖുർആൻ ഇറക്കിയത്. അത് മാത്രമല്ല, ഈ മാസത്തിൽ തന്നെയാണ് നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. നോക്കൂ നിങ്ങൾ, ഈ നിർബന്ധമായിട്ടുള്ള നോമ്പ് നമ്മൾ ഇപ്പോൾ അനുഷ്ഠിക്കുന്നു. ഇപ്പോൾ നമ്മൾ എല്ലാവരും നോമ്പിലാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞത് ഖുർആൻ ഇറക്കിയതും ഈ മാസമാണ് എന്ന. ഇതിന്റെ പുറമെ ഇരട്ടി പ്രതിഫലങ്ങൾ ഓരോ നന്മക്കും അള്ളാഹു നമുക്ക് നൽകുകയാണ്. ഇരട്ടി മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇരട്ടി പ്രതിഫലങ്ങൾ നൽകുന്നു. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ. ഈ സമയത്ത് ഞാനും നിങ്ങളും ഇവിടെ ഇപ്പൊ കേട്ടതുപോലെ ഒന്നാമത്തെ നോമ്പിലുള്ള നമ്മുടെ ഭയഭക്തി തഖ്വ അത് നോമ്പ് തുറക്കുന്നതോടുകൂടി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തത് പൂർത്തിയാക്കിയപ്പോ കുറഞ്ഞു, രണ്ടാമത്തത് പൂർത്തിയാക്കി വീണ്ടും കുറഞ്ഞു. ഇപ്പോ എങ്ങനെയാണ് അവസ്ഥ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ നോമ്പ് തുറന്ന് ഈ ചീനിമുക്ക് വരെ ഒന്ന് പോയി നോക്കിയാൽ നമുക്കറിയാം, ഇതെല്ലാ സ്ഥലത്തുമുണ്ട്. ചീനിമുക്കിലുള്ള ഒരു യുവാക്കളുടെ കൂട്ടം
എത്രയാണ് 18 വയസ്സുള്ള യുവാക്കൾ എത്രയാണ് അവിടെയുള്ളത്? എന്താണ് അവിടെ നടക്കുന്നത്? റമദാൻ സ്പെഷ്യൽ പല രൂപത്തിലുള്ള സോഡകളാണ്. നോക്കൂ നിങ്ങൾ, എല്ലാ ആളുകളും, ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഇവിടെ തമ്പടിക്കുന്നു. റമദാൻ 1 മുതൽ നോമ്പ് മുറിച്ചതിന് ശേഷം. എവിടെയാണ് നമ്മുടെ ഈമാൻ, തഖ്വ എവിടെയാണ്? ഇവരൊക്കെ വരുന്നത് നമ്മുടെ മുസ്ലിം കുടുംബത്തിൽ നിന്നാണ്. അവിടെ വരുന്നിപ്പോ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളുമുണ്ട്. ഈ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോ ഈ UP സ്കൂളിന് തൊട്ടടുത്ത് ഇതേപോലെ ഷെഡ് കെട്ടിയിരിക്കുന്നു. അവിടെയും ഇരിപ്പിടങ്ങളിൽ സഹോദരിമാരെ കാണുന്നു. അങ്ങ് ചീനിമുക്കിലും ഇതേ അവസ്ഥയാണ്. ഇത് പരിശുദ്ധ റമദാനിൽ സഹോദരങ്ങളെ നമ്മുടെ നാടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ്. നിങ്ങൾ ആലോചിക്കൂ, നമ്മൾ പഠിക്കണം. മുൻകാലങ്ങളിലുള്ള സലഫുകൾ അവർ വിശുദ്ധ റമദാൻ കടന്നു വന്നാൽ വിശുദ്ധ ഖുർആനിലേക്ക് അവർ തിരിയും. എല്ലാ കാര്യങ്ങളും അവർ മാറ്റിവെച്ചുകൊണ്ട് അവർ ഈ റമദാനിന്റെ പുണ്യം നേടിയെടുക്കാൻ ഖുർആനുമായിട്ടിരിക്കും എന്നാണ് അതിലേക്കാണ് അവർ പോകിയിരുന്നത്. പക്ഷെ ഇന്ന് സഹോദരങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള മാറാത്ത രോഗങ്ങൾ കൊണ്ടോ അള്ളാഹുവിന്റെ കഠിനമായ പരീക്ഷണങ്ങൾ കൊണ്ടോ നമ്മൾ പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതിൽ അവരെ തിരിഞ്ഞു നോക്കാൻ ആളുകളില്ല. അവരോട് നല്ലത് പറയുവാനോ അവരെ സഹായിക്കുവാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ ആളുകളില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതും പ്രാർത്ഥിച്ചാൽ അള്ളാഹുവോട് നമുക്ക് ചോദിച്ചു വാങ്ങാൻ കഴിയുന്ന സമയങ്ങൾ അത്രയും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ഒക്കെ പള്ളിക്ക് പുറത്തോ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലോ ആണ്. ഇവിടെയൊക്കെ വളരെ ഗൗരവത്തോടുകൂടി ഞാനും നിങ്ങളും ഈ റബ്ബിനെയാണ് ഭയപ്പെടുന്നതെങ്കിൽ നമുക്ക് ഇനിയും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ അടുത്ത് ഇപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥനയേ ഉള്ളൂ. നമ്മൾ അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നീ കൺകുളിർമ തരണമേ എന്ന് പ്രാർത്ഥിക്കാറില്ലേ? എന്താണ് കാരണം? നമ്മുടെ മക്കൾ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കാനാണ്. അതിനുള്ള പ്രാർത്ഥനയുടെ ഒരു മാസം കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് നാം പറഞ്ഞത് നമ്മുടെ മനസ്സിൽ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം. നമ്മുടെ മനസ്സിൽ എപ്പോഴും അല്ലാഹുവിലേക്കുള്ള തേങ്ങലുകൾ ഉണ്ടായിരിക്കണം. റബ്ബേ, എന്നെ ഇത്തരത്തിലുള്ള ആളുകളിൽ നീ ഉൾപ്പെടുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ, എന്റെ മക്കളെ നീ ഇത്തരത്തിലുള്ള ആളുകളിൽ പെടുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഒരു സഹോദരി ചരിത്രത്തിലുള്ളതാണ്. ഒരു സഹോദരി തന്റെ പൊന്നോമനക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ ഉമ്മറത്തിരുന്ന് തന്റെ പൊന്നോമന മകനെ പാലൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തില് ആ വീടിന്റെ മുമ്പിലൂടെ ഒരു സുമുഖനായ ഒരു മനുഷ്യൻ നടന്നു പോകുകയാണ്. ഒരു സുമുഖനായ വെള്ളവസ്ത്രം ധരിച്ച സുമുഖനായ നല്ല വെളുത്ത ഒരു മനുഷ്യൻ നടന്നു പോകുന്നു. ഈ ഉമ്മ ആ മനുഷ്യനെ കാണുന്നു. ആ കണ്ടപാടെ ഉമ്മ പറഞ്ഞു, അല്ലാഹുവേ, ആ മനുഷ്യനെ പോലെ എന്റെ ഈ പൊന്നുമോനെ നീ ആക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മനുഷ്യനെ പോലെ എന്റെ മോനെ നീ ആക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന കേട്ട മോനെ, കുട്ടിയാണ്, ചെറിയ കുട്ടിയാ. ആ കുട്ടി പറഞ്ഞു, അല്ലാഹുവേ, അവനെ പോലെ എന്നെ ആക്കല്ലേ, അദ്ദേഹത്തെ പോലെ എന്നെ ആക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ അത്ഭുതത്തോടുകൂടി ഇത് ഉമ്മ കുട്ടിയുടെ മകന്റെ മുഖത്തേക്ക് നോക്കുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ ഒരു വിരൂപിയായ ഒരു മനുഷ്യൻ, ഒരു കറുത്ത മനുഷ്യൻ, വസ്ത്രമൊന്നും വൃത്തിയില്ലാത്ത ഒരു മനുഷ്യൻ നടന്നു പോകുന്നു. ആ സമയത്ത് ആ ഉമ്മ വീണ്ടും പറയുന്നു, അല്ലാഹുവേ, ആ മനുഷ്യനെ പോലെ എന്റെ മകനെ നീ ആക്കല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തേത് ആക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോ രണ്ടാമത്തേത് വിരൂപിയായ കറുത്ത മനുഷ്യൻ. ആ മനുഷ്യനെ കണ്ടപ്പോ ഉമ്മ പറഞ്ഞു, ഈ മനുഷ്യനെ പോലെ എന്റെ മകനെ നീ ആക്കല്ലേ റബ്ബേ എന്ന് പറഞ്ഞപ്പോ ഈ കൈക്കുഞ്ഞി പാല് കുടിക്കുന്ന മകൻ പറഞ്ഞു അത്രേ, അല്ലാഹുവേ, എന്നെ നീ അവനെ പോലെ ആക്കേണമേ എന്ന് പ്രാർത്ഥിച്ചു. ഉമ്മക്ക് അത്ഭുതമായി, എന്താണ് ഈ മകൻ പറയുന്നത്? ഈ ആദ്യം പറഞ്ഞതിന് എതിരാണല്ലോ എന്ന്. അപ്പോഴാണ് ആ ഉമ്മ മകനോട് ചോദിക്കുന്നു, എന്താണ് നീ അത് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു. ആ സമയത്താണ് മകൻ പറയുന്നത്, ആദ്യം കണ്ട ആളുകളുടെ പുറം മാത്രമേ നല്ലതുള്ളൂ, അദ്ദേഹത്തിന്റെ വസ്ത്രവും അദ്ദേഹത്തിന്റെ നിറം മാത്രമേ നല്ലതുള്ളൂ, മനസ്സ് മലീസമാണ്. എന്നാൽ രണ്ടാമത് നടന്നു പോയ ആള് പുറം മോശമാണെങ്കിലും കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും ശുദ്ധനായ മനസ്സിന്റെ ഉടമയാണ്, അതേപോലെ ആക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്ന്
ഉമ്മയോട് മകൻ പറഞ്ഞു അത്രേ, ചരിത്രത്തിൽ 3 ആളുകളുടെ 3 കുട്ടികൾ സംസാരിച്ചു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാമത്തത് ഈ കുട്ടിയാണ്. രണ്ടാമത് നമുക്കറിയാം തൊട്ടിൽ കിടന്ന് സംസാരിച്ച ഈസാ നബി അലൈഹിസ്സലാം. മൂന്നാമത്തത് ജുറൈജ് എന്ന് പറയുന്ന ഒരു സ്വാത്വികനായ മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയെ തന്റെ ഉമ്മ വന്ന് വിളിച്ചപ്പോ ആ ഉമ്മയുടെ വിളി കേൾക്കാതിരുന്നപ്പോ ഉമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അനന്തര ഫലമായി ആ മകൻ അതിലൊരു വേശ്യയിൽ ഒരു കുട്ടിയുണ്ടായി. ഒരാട്ടിടയുമായി ഒരു വേശ്യ ബന്ധപ്പെടുകയും അങ്ങനെ ആ കുട്ടി ജുറൈജിന്റേതാണെന്ന് പറഞ്ഞു വരുത്തുകയും ചെയ്തപ്പോ ആ കുട്ടിയോട് പറഞ്ഞു, നിങ്ങൾ ആ ജുറൈജിന്റെ ആളുകള് അവിടെ വന്ന് അവരുടെ കൂടാരങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ കൂടാരങ്ങളൊക്കെ തല്ലി തകർത്തതിന് ശേഷം അങ്ങനെ ആ ജുറൈജ് പറഞ്ഞു, നിങ്ങൾ ആ കുട്ടിയോട് തന്നെ ചോദിക്കൂ ആരാണ് അവന്റെ പിതാവ് എന്ന്. അങ്ങനെ ഈ 3 ചരിത്രത്തിൽ ഈ 3 കുട്ടികൾ സംസാരിച്ചു എന്ന് പറയുന്നത് അതിലൊന്നാമത്തതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള സംഭവം. സഹോദരങ്ങളെ, എന്താണ് നമ്മളൊക്കെ ഇങ്ങനെ പുറമെ കാണുന്നതല്ല നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് എന്നാണ്. അതുകൊണ്ട് നേടിയെടുക്കേണ്ടത് ഈ പരിശുദ്ധ റമദാൻ മാസത്തിലാണ്. അത് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ റമദാൻ വന്നിട്ട് വിശുദ്ധ ഖുർആനിനെ ഒരു ആവർത്തി പാരായണം ചെയ്ത് അതൊരു ഖത്ം തീർക്കാൻ നമുക്ക് സാധിക്കാതെ പോയാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റമദാനിൽ എല്ലാ ദിവസവും ജിബ്രീൽ വന്നുകൊണ്ട് ഖുർആൻ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. റമദാനിലെ എല്ലാ ദിവസവും. അവസാനം പ്രവാചകൻ മരിക്കുന്നതിന്റെ ആ വർഷം 2 പ്രാവശ്യം വന്നുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ചു, അല്ലെങ്കിൽ അത് ഒത്തുനോക്കി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളും ജീവിതത്തിന്റെ ഏത് മേഖലകളിലാണെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനും ആ വിശുദ്ധ ഖുർആൻ കേൾക്കുവാനും അത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുവാനും ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുവാനും അല്ലെങ്കിൽ അത് പാരായണം നടത്തുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പാരായണം നടത്തുവാനും നമുക്ക് സാധിക്കണം. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് പ്രവാചകന്റെ ഒരു പരാതി ഉണ്ടല്ലോ അല്ലാഹുവിനോട്. ഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. ഈ അല്ലാഹുവേ, എന്റെ സമുദായം, എന്റെ ആളുകൾ, എന്നിൽ വിശ്വസിച്ചിട്ടുള്ള നിന്നെയും അംഗീകരിച്ചിട്ടുള്ള ആളുകൾ ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ വിശുദ്ധ ഖുർആനിനെ അവർ അവഗണിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രവാചകൻ അല്ലാഹുവിനോട് പറയുന്ന ഒരേ ഒരു പരാതി, എന്റെ അനുയായികൾ ഈ ഖുർആനിനെ അവഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ടുള്ള പ്രയാസം അല്ലാഹുവിനോട് പ്രവാചകൻ പറയുന്നുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ഈ വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യാതെ വിശുദ്ധ ഖുർആനെ പഠിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ പടച്ച തമ്പുരാനോട് അല്ലാഹുവിന്റെ റസൂൽ ആവലാൻ പറഞ്ഞത് നമ്മളും അതിൽ ഉൾപ്പെടും. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ എപ്പോഴെങ്കിലും സമയം കിട്ടലല്ല പ്രാധാന്യം, അതിന് വേണ്ടി സമയമുണ്ടാക്കി വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും പാരായണം ചെയ്യുവാനും നാം ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ ഇവിടെ വിശുദ്ധ ഖുർആനിൽ നിന്ന് അകറ്റുന്ന ഒരു പ്രവണതയുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിന് പകരം ഏടുകളും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളും പഠിപ്പിക്കുന്നത് ഈ സമൂഹത്തിലെ പുരോഹിതന്മാരാ. ഏടുകൾ എന്ന് പറയുമ്പോ ഈ വിശുദ്ധ ഖുർആനിന് പകരമായി അവർ അവതരിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുന്നതിന് പകരം എത്ര 8888 തരത്തിലുള്ള ഏടുകൾ എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പൈസ വാങ്ങുന്ന ഒരേ ഒരു സമുദായമാണ് ഈ വിശുദ്ധ ഖുർആനിന്റെ ആളുകൾ. അല്ലാഹുവിന്റെ റസൂലോ പ്രവാചകനോ പഠിപ്പിക്കാത്ത വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് പണം വാങ്ങുന്ന ഒരു സമുദായമാണ് നമ്മൾ. ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കണം. നമ്മളൊക്കെ ഈ വിശുദ്ധ ഖുർആനിനെ പഠിക്കുവാനുള്ള സമയം കണ്ടെത്തിയാൽ, അത് പഠിപ്പിക്കാൻ സമയം കണ്ടെത്തിയാൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനാകും. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ 1 മാസം കൊണ്ട് നിങ്ങൾ അത് പൂർത്തീകരിക്കുക. അത്ര സമയമെടുത്ത് പാരായണം ചെയ്ത് തീർത്താൽ മതി. നിങ്ങൾ ധൃതിപ്പെട്ട് അതിന്റെ നിയമങ്ങൾ തെറ്റിച്ച് അക്ഷരങ്ങൾ മാറ്റി ഓതി തീർക്കേണ്ടതില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, പ്രവാചകരെ, എനിക്ക് അതിനേക്കാൾ വേഗത്തിൽ തീർക്കാൻ കഴിയും എന്ന്. എനിക്ക് അതിനേക്കാൾ വേഗത്തിൽ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്ത് തീർക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ നീ 1 ആഴ്ച കൊണ്ട് ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്ത് തീർക്കുക. അത്രയും സമയമെടുത്ത് 1 ആഴ്ച കൊണ്ട്, ചില ആളുകൾ 3 ദിവസം കൊണ്ടൊക്കെ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുന്നവരുണ്ട്. അങ്ങനെ കഴിവുണ്ടോ? അല്ലാഹു അപാരമായ
കഴിവ് നൽകിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ പ്രവാചകൻ പറഞ്ഞത് ഒരാഴ്ച എടുത്ത് സാവധാനത്തിൽ ഒരാഴ്ച കൊണ്ട് നീ പൂർത്തീകരിക്കണം എന്നാ. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഒരു മാസക്കാലം എടുത്ത് നിങ്ങൾ പൂർത്തീകരിക്കണം എന്നാ. നോക്കൂ, നിങ്ങൾ ഈ ഒരു മാസം നമ്മുടെ അടുത്ത് വന്നിട്ട് ആ ഒരു മാസത്തിൽ ഒരു ദിവസം ഒരു ജുസ് പാരായണം ചെയ്യുവാൻ നമുക്ക് സാധിക്കാതെ പോയാൽ തീർച്ചയായും സഹോദരങ്ങളെ നമ്മൾ നഷ്ടക്കാരിലായി പോകും. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യില്ല എത്ര നേരം കൊണ്ടാ? 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കാറുണ്ട് ആളുകൾ. എവിടെ? മരിച്ച വീട്ടിൽ. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ ഒരു ഖത്തം തീർക്കുന്നുവെങ്കിൽ അതൊരു ആഴ്ച എടുത്ത് അത്രത്തോളം സമയമെടുത്ത് നിങ്ങൾ അത് തീർക്കുക എന്ന. അതിന് കുറച്ച് 6 ദിവസം കൊണ്ട് നിങ്ങൾ ഖത്തം തീർത്താൽ ഒരു പക്ഷേ അത് സ്പീഡിലായി പോകും, അക്ഷരങ്ങൾ തെറ്റിപ്പോകും. അതുകൊണ്ട് വളരെ സാവധാനം നിങ്ങൾ അതിനെ പൂർത്തീകരിക്കണം എന്ന. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുന്നത് മരിച്ച വീട്ടിൽ മരിച്ച അന്ന് തുടങ്ങി 3-ാമത്തെ ദിവസം ഖത്തം തീർക്കുന്ന ഏർപ്പാടാ. അവിടെ എന്താണ്? വിശുദ്ധ ഖുർആൻ അവിടെ പാരായണം ചെയ്യലല്ല, അത് അള്ളാഹുവിന് വേണ്ടിയുള്ള പാരായണമല്ല, നേരെ മറിച്ച് അത് അവർക്ക് വേണ്ടി പണം ലഭിക്കുവാനുള്ള ഏർപ്പാടാണ് എന്നാണ്. അവർ അതിന് പൈസ ഉണ്ടാക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖത്തം തീർത്തതിന് നിങ്ങൾ പണം ചോദിക്കരുത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഇംറാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല എന്ന് പറയാൻ പ്രവാചകൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. യഖൂലു, ആ പ്രവാചകൻ പറയാൻ, മൻ ഖറഅൽ ഖുർആന, ആരെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതി ഫയസ്അലില്ലാഹ ബിഹി, എന്നിട്ട് ആ ഓതിയത് കൊണ്ട് അല്ലാഹുവിനോട് അവൻ ചോദിച്ചു. നമ്മൾ ഖുർആൻ ഓതിയിട്ട് റബ്ബേ, ഞാൻ ഈ ഓതിയ ഖുർആനിന്റെ പ്രതിഫലം എനിക്ക് നൽകണമേ, ഇതിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചു. ഫഇന്ന, അങ്ങനെയാണ് ചോദിക്കേണ്ടത്. പ്രവാചകൻ പറഞ്ഞു, അങ്ങനെയാണ് നമ്മൾ ചെയ്ത അമല് വെച്ചുകൊണ്ട് നമുക്ക് അല്ലാഹുവിനോട് വസീല തേടാം. ഞാൻ ചെയ്ത അമലുകൾ, ഞാൻ നമസ്കരിച്ച, ഞാൻ ഇബാദത്ത് ചെയ്ത, അത് വെച്ചുകൊണ്ട് എനിക്ക് അല്ലാഹുവിനോട് വസീല തേടാം. എന്നാൽ വേറെ ആരെങ്കിലും ചെയ്തത് കൊണ്ട് എനിക്ക് വസീല തേടാൻ കഴിയില്ല, അത് പാടില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഇന്നഹു സയജീഉ അഖ്വാമുൻ, എന്റെ സമുദായത്തിൽ ഒരു കൂട്ടം ആളുകൾ വരും. ഫഇന്നഹു സയജീഉ അഖ്വാമുൻ, എന്റെ സമുദായത്തിൽ, എന്റെ വിഭാഗത്തിൽ കുറച്ച് ആളുകൾ വരും. യഖ്റഊനൽ ഖുർആന, അവർ ഖുർആൻ പാരായണം ചെയ്യുന്നു. യസ്അലൂന ബിഹി, എന്നിട്ട് അതുകൊണ്ട് അവർ ജനങ്ങളോട് പണം ചോദിക്കുന്നു. യസ്അലൂന ബിഹിന്നാസ, ജനങ്ങളോട് അവർ പണം ചോദിക്കുന്നു. ഖുർആൻ ഓതിയിട്ട് അവർ ജനങ്ങളോട് പൈസ വാങ്ങുന്നു. പ്രവാചകൻ പറഞ്ഞതായിട്ട് ഇത് പുലർന്നു വന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് കാണുന്നില്ലേ? ഖത്തം തീർത്തതിന് പണം, ദുആ ചെയ്തതിന് പണം. ഇങ്ങനെയുള്ള ഒരു ഒരു നാട്ടിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൗമിലാണ് ഇപ്പൊ നമ്മളുള്ളത്, ഒരു സമുദായത്തിൽ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനെ ബഹുമാനിക്കേണ്ട രൂപത്തിൽ ബഹുമാനിക്കാതിരുന്നാൽ ഇതിനേക്കാൾ വലിയ അധപ്പതത്തിലേക്ക് നമ്മൾ എത്തിച്ചെല്ലും. ഈ വിശുദ്ധ റമദാനിനെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാ? നമ്മൾ നോമ്പ് നോറ്റ് അതിലേറ്റവും കൃത്യമായി സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് ഈ മാസത്തെ നമ്മൾ ബഹുമാനിക്കുന്നത്. അതേപോലെ വിശുദ്ധ ഖുർആനിനെ ബഹുമാനിക്കേണ്ടത് അതിനെ കൃത്യമായി പാരായണം ചെയ്ത് അത് ജീവിതത്തിൽ പകർത്തി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ നിലപാടുകൾ പൂർണ്ണമാകുകയുള്ളൂ. അതാണ് ഈ റമദാൻ മാസത്തിൽ നമ്മൾ സാംശീകരിച്ചെടുക്കേണ്ടത്. വിശുദ്ധ ഖുർആനും നമ്മുടെ നോമ്പും ഒരു മാസത്തിലാണ് ഇറങ്ങിയത് എന്നുള്ള ബഹുമാനവും കൂടി വെച്ചുകൊണ്ട് ആ പരിശുദ്ധമായ റമദാൻ മാസത്തെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക. അതോടൊപ്പം പ്രാർത്ഥന, അതൊരിക്കലും നമ്മൾ കൈവിടരുത്. പ്രാർത്ഥന ഒരിക്കലും കൈവിടരുത്. നമ്മുടെ നാളത്തെ വിഷയത്തില് പ്രത്യേകമായി അഹമ്മദ് കുട്ടി മദനിയുടെ വിഷയം തന്നെ പ്രാർത്ഥനയാണ്. അപാരമായ അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ട് ആ പ്രാർത്ഥന എന്ന ആ ആയുധത്തെ നമ്മൾ പിന്നോട്ടെടുത്താൽ, അതെങ്ങാനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുമ്പോ വേറെ ആരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉണ്ടാകില്ല. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാർത്ഥനയും ബഹുമാനം നൽകേണ്ട മാസത്തെയും ഖുർആനിനെയും ഒക്കെ ബഹുമാനിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകണം. അങ്ങനെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ ആളുകളൊക്കെ നമ്മളെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ച് അവന്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സുകൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. സഹോദരങ്ങളെ, അതുകൊണ്ട് പരസ്പരമുള്ള പ്രാർത്ഥന പള്ളിയിൽ എഴുതിക്കാതിരിക്കുന്നതിനേക്കാൾ പ്രാധാന്യം മറ്റുള്ളവന്റെ ഒരു പ്രയാസം ദൂരീകരിച്ചു കൊടുക്കലാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അതൊരു ദുആ കൊണ്ടായിരിക്കും തന്റെ സഹോദരന്റെ പ്രയാസം മാറ്റിക്കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ദുആ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എല്ലാ ആളുകൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം, നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി ഇലക്ഷൻ ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുകയാണ്.
എന്താണ് ഇലക്ഷൻ? നമുക്കറിയാം ഇന്ത്യയിൽ വരാൻ പോകുന്നത് എന്താണ് എന്ന്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം CA എന്ന് പറയുന്ന ഒരു നിയമം ഇവിടെ നടപ്പാക്കി കഴിഞ്ഞു. എന്താണ് അതിന്റെ പ്രത്യേകത? ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലുമുള്ള ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഇന്ത്യയിൽ വന്നാൽ അവർക്ക് ഇവിടെ അവരെ പൗരത്വം നൽകി അവരിവിടെ സ്വീകരിക്കുക. എന്നാൽ മുസ്ലിങ്ങളെ സ്വീകരിക്കില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക്, ഭയാനകരമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്നു നമ്മുടെ ഇന്ത്യ രാജ്യം. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർ അതിനു വേണ്ടിയാണ് പണിയെടുക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ, തൊട്ടുമുള്ള ആഴ്ചകളിൽ നമ്മൾ കേട്ടു, ഡൽഹിയിലെ മഹറൗളി എന്ന സ്ഥലത്ത് സുബഹി നമസ്കരിക്കാൻ വന്നപ്പോഴേക്ക് പള്ളി കാണാനില്ല. ഇപ്പോഴും പല പള്ളികളും ഇപ്പോൾ അവകാശവാദങ്ങൾ. ഇവിടെയൊക്കെ നമുക്കുള്ള ആയുധം പ്രാർത്ഥനയാണ്. നമ്മൾ അനുഭവിക്കാൻ പോകുന്നതിന്റെ മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിനെ പടച്ചു തമ്പുരാൻ തള്ളിമാറ്റും. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി അത്തരം വിപത്തുകളെ അല്ലാഹു തള്ളിമാറ്റും. ഇതൊക്കെ ഈ സമുദായത്തെ പറഞ്ഞ് പഠിപ്പിക്കുവാനും, ഇന്ന് ഫലസ്തീനിൽ കാണാൻ ഇത്തരം ദുരന്തങ്ങളെ അവർ ക്ഷമയോടുകൂടി, ഞങ്ങൾ ഈ ബൈബിൾ മുഖദ്ദസിൽ നിന്ന് പിന്മാറില്ല, അവസാനത്തെ രക്തം, അവസാനത്തെ ആള് മരിക്കപ്പെട്ടാലും ഞങ്ങൾ ഇത് വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അള്ളാഹുവിൽ അടിയുറച്ച് പറയുമ്പോ സഹോദരങ്ങളെ, അവർക്ക് വിജയമാണ്. അവര് ഷഹീദായിക്കൊണ്ടാണ് മരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ മുസ്ലിങ്ങളെ എല്ലാവരെയും ഇതിൽ നിന്ന് വിലക്കി വോട്ടവകാശമില്ലാത്ത ആളുകളായി വെറും കോളനികളാക്കി മാറ്റി അവരുടെ ആജ്ഞകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമുദായമായി നമ്മളെ മാറ്റിയാൽ സഹോദരങ്ങളെ, ഇവിടെ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല. അതിന്റെ മുമ്പേ പ്രാർത്ഥനകൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. ഇനി വരാൻ പോകുന്ന ഈ ഇന്ത്യക്ക് അനുയോജ്യമായ ഒരു ഭരണം, അല്ലെങ്കിൽ മറ്റാർക്കും ഒരു ഉപദ്രവമില്ലാത്ത ഭരണം ഈ നാട്ടിൽ ഉണ്ടാകണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകളിൽ, അവസാന ദിനരാത്രികളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ ആരാണോ വിശ്വാസികൾക്ക്, മുസ്ലിങ്ങൾക്കെതിരാകുന്നത് അവരെ പരാജയപ്പെടുത്തണം. നിങ്ങൾ ആ പാർട്ടിയുടെ പേരൊന്നും പറയുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ശത്രുക്കളെ പരാജയപ്പെടുത്തണം എന്ന് നിങ്ങൾക്ക് പറയാം. അത് നമ്മൾ പേരെടുത്തുകൊണ്ട് തന്നെ പറയാം. ഇസ്രായേൽ എന്ന രാജ്യത്തെ നീ തകർക്കണേ, അവരെ നീ പരാജയപ്പെടുത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ഇന്ത്യക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ആ പ്രാർത്ഥന എല്ലാ അർത്ഥത്തിലും ഒരു ആയുധമായി നമ്മൾ മാറ്റി ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നാം എന്താണോ ആഗ്രഹിച്ചത്, നമ്മൾ സ്വർഗത്തിൽ പോകാനാണ് ആഗ്രഹിച്ചത്. റയ്യാൻ എന്ന കവാടത്തിലൂടെ നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് സ്വർഗത്തിൽ. അത്തരത്തിലുള്ള നോമ്പുകാരിൽ ഉൾപ്പെടാനും നമ്മൾ പ്രാർത്ഥിക്കണം. റയ്യാൻ എന്ന് പറയുന്ന പ്രോഗ്രാം നാളെ മുതൽ ഇവിടെ നടക്കുകയാണ് സഹോദരങ്ങളെ. റയ്യാൻ റമദാൻ പ്രഭാഷണങ്ങളാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആ പ്രോഗ്രാമിൽ കണ്ടത് നാളെ ഒന്നാമത്തെ ദിവസം അഹമ്മദ് കുട്ടി മദനി പ്രാർത്ഥന എന്ന വിഷയമാണ്, അല്ലെ? എന്നാൽ അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. നിങ്ങളൊക്കെ രണ്ടാമത്തെ പ്രഭാഷണം, നൗഷാദ് കാക്കവലിന്റെ രണ്ടാമത്തെ പ്രഭാഷണത്തിനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ നാളെ 9:30 തന്നെ ഇവിടെ എത്തണം. കാരണം അതിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. കാരണം അവൻ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ വരിക എന്നും എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് എന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് നാളത്തെ ആദ്യത്തെ ദിവസം നൗഷാദ് രാവിലത്തെ ക്ലാസ്സിലായിരിക്കും എത്തുക. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ 9:30 തന്നെ നിങ്ങൾ എത്തണം. നാളെ അത് കഴിഞ്ഞ് 11 മണിക്ക് ശേഷം വരുന്ന അവന്റെ ക്ലാസ് കേൾക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിരാശ ഉണ്ടാകുമ്പോ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ് നമ്മുടെ മനസ്സിലെ ഈർഷ്യത പുറത്തു വരാതിരിക്കാനാണ് ഞാൻ ഇത് വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ചത്. അതുകൊണ്ട് നാളത്തെ ക്ലാസ്സിന് പങ്കെടുക്കുക. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ഇതേപോലെയുള്ള ഈ സന്ദർഭങ്ങളിലൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ദീനിനെ മനസ്സിലാക്കുകയും പരിശുദ്ധമായ റമദാൻ മാസത്തെ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. എല്ലാ ആളുകളെയും ഇതിലേക്ക് പങ്കെടുപ്പിക്കുക. അങ്ങനെ മഹത്തായ ഈ റമദാൻ മാസം ഏറ്റവും നല്ല രീതിയിൽ നമ്മോട് വിട പറഞ്ഞു പോകുന്ന ഈ റമദാൻ മാസം നമ്മൾ ചോദിച്ചിട്ട് വന്നതല്ല, റമദാൻ തന്നെ നമ്മുടെ വീടുകളിലേക്ക് കയറി വന്നതാ. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇങ്ങോട്ട് വന്നത് റമദാൻ, അത് വരിക തന്നെ ചെയ്യും. പക്ഷേ നമ്മൾ അങ്ങോട്ട് അതിന് യാത്ര അയക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കണം. ഏറ്റവും നല്ല നിറഞ്ഞ കണ്ണുകളോടെയും നിറഞ്ഞ പ്രാർത്ഥനയോടെയും നിറഞ്ഞ റയ്യാൻ എന്ന കവാടത്തിലൂടെ കയറാൻ സാധിക്കുമെന്നുള്ള ബോധത്തോടു കൂടി ആയിരിക്കണം. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ റമദാനിനെ ഉൾക്കൊള്ളുവാനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പടച്ച തമ്പുരാനെ സമർപ്പിക്കുവാനും നമുക്ക് ഈ മാസം കൊണ്ടും ഈ ദിനത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടും നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസത്തിൽ ഉൾപ്പെടാൻ
നിരന്തരം പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന്റെ അടുക്കൽ അത് ചോദിച്ചു വാങ്ങുകയും ചെയ്യുക. അത്തരം ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, പരിശുദ്ധമായ റമദാൻ മാസം ഞങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യുവാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ നാഥ. അള്ളാഹുവെ, വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലുമൊക്കെ സമാധാനവും സന്തോഷവും കൺകുളിർമയും നീ പ്രദാനം ചെയ്യണേ നാഥ. ഈ വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ട് ജീവിക്കുന്ന അത്രയും കാലം ഞങ്ങൾക്ക് അതിന്റെ അനുഗ്രഹവും അതിന്റെ ബർക്കത്തും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. എല്ലാവിധ പ്രയാസങ്ങളിലും ഞങ്ങളെ നീ കരകയറ്റണേ നാഥ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് റഹ്മാനെ. അത്തരത്തിലുള്ള എല്ലാവരുടെ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ നാഥ. അവിടെ രോഗം നീ ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരൻ ഇപ്പോഴും ഐസിയുലാണ് നാഥ, അദ്ദേഹത്തിന്റെ രോഗം നീ ശിഫ നൽകണേ റഹ്മാനെ. അവിടെ കുടുംബത്തിന് നീ ഐശ്വര്യവും സമാധാനവും പ്രദാനം ചെയ്യണേ നാഥ. അദ്ദേഹത്തിന് പോലും അറിയാത്ത അദ്ദേഹത്തിന്റെ രോഗം റഹ്മാനെ, നിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ അത് മാറുകയില്ല നാഥ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രോഗം നീ ശിഫ നൽകണേ നാഥ. ഇതേപോലെ ഒരുപാട് ആളുകൾ ഞങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് നാഥ. എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫ നൽകണേ റഹ്മാനെ. ഇത്തരം മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. നാട്ടിലിറങ്ങുന്ന അദാബുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തെ നീ രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണേ റഹ്മാനെ. നാട്ടിലുള്ള മുഴുവൻ ഫിത്നകളിൽ നിന്നും പിശാചിന്റെ മേഖലകളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ കരകയറ്റണേ നാഥ. അവർക്കും ഞങ്ങൾക്കും ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم تقبل منا انك انت السميع العليم. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم تقبل منا انك انت السميع العليم. اللهم انصر اخواننا المسلمين في فلسطين يا رب العالمين. اللهم انصر اخواننا المسلمين في فلسطين يا رب العالمين. اللهم انصر اخواننا المسلمين في فلسطين يا رب العالمين. اللهم انصر من كل مكان يا رب العالمين، خاصة في الهند يا رب العالمين. اللهم انصر المسلمين في كل مكان وخاصة في الهند يا رب العالمين. اللهم تقبل منا انك انت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم تقبل منا انك انت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.